അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 14-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം നമുക്ക് വായിക്കാം. എന്നാൽ അവൻ കളി പറയുന്നു എന്ന് അവൻ്റെ മരുമക്കൾക്ക് തോന്നി. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ദൈവം ന്യായവിധിയുടെ പ്രവൃത്തികൾ ഭൂമിയിൽ ചെയ്യുമ്പോൾ എല്ലാ കാലത്തും മുന്നറിയിപ്പ് കൊടുക്കുവാനായി തൻ്റെ പ്രവാചകന്മാരെ അയക്കാറുണ്ട്. ദൈവഭയമുള്ള വ്യക്തികൾ ആ മുന്നറിയിപ്പുകളെ സ്വീകരിക്കുകയും എന്താണോ ദൈവം ആവശ്യപ്പെടുന്നത് അതിന് പ്രകാരം ജീവിക്കുവാൻ തയ്യാറാവുകയും ചെയ്യും. എന്നാൽ എല്ലാ കാലത്തും മുന്നറിയിപ്പുകളെ അവഗണിക്കുന്ന വ്യക്തികളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ളവർ പ്രതിസന്ധിയിൽ അകപ്പെട്ടിട്ടുമുണ്ട്. ഇവിടെ ഇതാ ഒരു അബ്രഹാം സൊദോം ഗൊമോറയിൽ ദൈവം നടത്തുവാൻ പോകുന്ന ന്യായവിധിയിൽ നിന്നും ആ പട്ടണങ്ങളെ രക്ഷിക്കണമേ എന്ന് ദൈവത്തോട് നിലവിളിക്കുകയാണ്. ലോത്തും കുടുംബവും ആ പട്ടണത്തിൽ ഉള്ളതാണ് അബ്രഹാമിനെ പ്രവർത്തന നിരതനാക്കുന്നത്. എന്നാൽ ആ പട്ടണം രക്ഷപ്പെടില്ല എന്ന് ഉറപ്പായിരുന്നു. അബ്രഹാമിന് വേണ്ടി ലോത്തിനെ ഓർത്തവനായ കർത്താവ് ലോത്തിൻ്റെ കെയർ ഓഫിൽ മറ്റു ചിലരെയെങ്കിലും രക്ഷിക്കുവാനായി പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 12-ാം വാക്യത്തിൽ, ഇവിടെ നിനക്ക് വല്ലവരുമുണ്ടോ, മരുമക്കളോ പുത്രന്മാരോ പുത്രിമാരോ, ഇങ്ങനെ പട്ടണത്തിൽ നിനക്കുള്ളവരെ ഒക്കെയും ഈ സ്ഥലത്തു നിന്ന് കൊണ്ടുപോയിക്കൊള്ളുക. ഇവരെക്കുറിച്ചുള്ള ആവലാതി യഹോവയുടെ മുമ്പാകെ വലുതായി തീർന്നിരിക്കൊണ്ട് ഞങ്ങൾ ഈ സ്ഥലത്തെ നശിപ്പിക്കും. അതിനെ നശിപ്പിപ്പാൻ യഹോവ ഞങ്ങളെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ലോത്ത് ചെന്ന് തൻ്റെ പുത്രിമാരെ വിവാഹം കഴിക്കുവാനുള്ള മരുമക്കളോട് സംസാരിച്ചു. നിങ്ങൾ എഴുന്നേറ്റ് ഈ സ്ഥലം വിട്ട് പുറപ്പെടുവിൻ, യഹോവ ഈ പട്ടണം നശിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവൻ കളി പറയുന്നു എന്ന് അവൻ്റെ മരുമക്കൾക്ക് തോന്നിയത്. ഈ ഭാഗത്തു നിന്നും അല്പകാര്യങ്ങൾ പറയുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇന്ന് നമുക്ക് തരുന്ന സന്ദേശം എന്തെന്നാൽ, കർത്താവ് വരുവാൻ സമയം ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് ലോകസംഭവങ്ങളെല്ലാം വിളിച്ചറിയിക്കുന്നു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുന്നതിന് മുമ്പ് ഭൂമിയിൽ നടക്കുന്ന അല്ലെങ്കിൽ നടക്കുവാൻ പോകുന്ന സംഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ കാലം നോഹയുടെയും ലോത്തിൻ്റെയും കാലം പോലെയാകും എന്നതാണ്. നോഹയുടെ കാലത്ത് ദൈവം ജലപ്രളയം വരുത്തുവാൻ തീരുമാനിച്ചത് സകല ജഡവും തങ്ങളുടെ വഴി വഷളാക്കി എന്നതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ പുരുഷനെ വിവാഹം കഴിക്കുന്നു, സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. ദൈവഭയമില്ലാത്ത ജീവിത രീതി ജനം തിരഞ്ഞെടുത്തു. മ്ലേച്ഛത സകലം മനുഷ്യരിലും പരന്നിരുന്ന ഒരു കാലം. ലോത്തിൻ്റെ കാലത്ത് സൊദോം ഗൊമോറയിലും അതുതന്നെയാണ് നടന്നത്. സകല ജഡവും തങ്ങളുടെ വഴി വഷളാക്കിയിരുന്നു. ദൈവത്തിന് സഹിക്കുവാൻ കഴിയാത്ത വിധം ദേശം അശുദ്ധിയിൽ മ്ലേച്ഛതയിൽ തന്നെ നിറഞ്ഞിരുന്നു. ഈ കാലഘട്ടത്തിൽ എന്ത് നടക്കുന്നുവെന്ന് നമുക്ക് അല്പമായി ചിന്തിക്കാം. മറ്റ് രാഷ്ട്രങ്ങളിലെ കാര്യങ്ങൾ നമുക്ക് വിട്ടുകളയാം. നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിവാഹിതരല്ലാത്ത സ്ത്രീയും പുരുഷനും ഒരുമിച്ച് താമസിക്കുന്നത് ഇന്ത്യയിൽ കുറ്റകരമായിരുന്നത് അടുത്ത കാലത്ത് സുപ്രീം കോടതി റദ്ദു ചെയ്തു. 18 വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീക്കും പുരുഷനും എവിടെ വേണമെങ്കിലും ഒരുമിച്ച് താമസിക്കാം എന്ന് സാരം. പുരുഷനെയും സ്ത്രീയെയും വിവാഹം കഴിക്കുന്നത് ഇന്ത്യയിൽ കുറ്റകരമായിരുന്നു. എന്നാൽ സുപ്രീം കോടതി സെയിം സെക്സ് വിവാഹത്തെ അംഗീകരിച്ചു. ഇന്ന് ഏത് വിധ പാപം ചെയ്യുവാനും ഇന്ത്യയിൽ നിയമ തടസ്സമില്ലാത്ത രീതി വന്നു എന്ന് സാരം. സുപ്രീം കോടതിയുടേതാണ് ഈ തീരുമാനങ്ങൾ. നാം സുപ്രീം കോടതിയെ കുറ്റം പറയേണ്ട കാര്യമില്ല. ഈ വക പാപങ്ങൾ മനുഷ്യർ രഹസ്യത്തിൽ ചെയ്യുമായിരുന്നു, അതിന് അംഗീകാരം കൊടുത്തു എന്ന് മാത്രം. നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ കർത്താവിൻ്റെ വരവ് സമീപിച്ചിരിക്കുന്നു എന്ന് സുപ്രീം കോടതി വിധികൾ പോലും നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. സൊദോം ഗൊമോറയിലും സകല പാപത്തിനും ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമുണ്ടായിരുന്നു. ഇന്ന് ലോകരാഷ്ട്രങ്ങളിലും ഇന്ത്യ ഉൾപ്പെടെ സകല പാപത്തിനും അംഗീകാരമായി കഴിഞ്ഞു. എന്നാൽ സ്വർഗത്തിലെ ദൈവം അതെല്ലാം ഇന്നും വെറുക്കുന്ന പാപം തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് നാം ഈ കാര്യങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് കർത്താവിനെ എതിരേൽക്കുവാൻ ഒരുങ്ങുന്നതിന് വേണ്ടിയാണ്. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന് ആമോസിൻ്റെ പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവിൻ്റെ വരവ് കള്ളനെ പോലെ ആകും. അതുകൊണ്ട് നാം ജോലിക്ക് പോകുമ്പോഴും ജോലി കഴിഞ്ഞ് വരുമ്പോഴും വിശ്രമിക്കുമ്പോഴും യേശുവുമായി ഉറ്റബന്ധം ഉള്ളവരായിരിക്കുക. യേശുവിൻ്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കാതിരിക്കുക. നല്ല മനസാക്ഷി തള്ളിക്കളയാതിരിക്കണം. ദൂതന്മാർ ലോത്തിനോട് പറഞ്ഞ വാക്ക് ഓർക്കുക,
നിനക്ക് ഇവിടെ വല്ലവരുമുണ്ടോ എന്നതായിരുന്നു അത്. നമ്മുടെ പ്രിയപ്പെട്ടവരെയും ചാർച്ചക്കാരെയും യേശുവിനെക്കുറിച്ച് അറിവുള്ളവരാക്കുക. തൻ്റെ മരുമക്കൾ ആകുവാൻ പോകുന്ന 2 യൗവനക്കാരെ പോലും ലോത്തിനെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് നാം ഓർക്കണം. കാരണം അവൻ കളി പറയുന്നവനായിരുന്നിരിക്കണം. അതുകൊണ്ട് തന്നെ മരുമക്കൾ വിചാരിച്ചു ലോത്ത് കളി പറയുന്നവനാണെന്ന്. ആകയാൽ നാം പൊട്ടച്ചൊല്ലും കളിവാക്കും ഉപേക്ഷിച്ച് വിശ്വസ്തയുടെ മാർഗത്തിൽ കൂടി മാത്രം സഞ്ചരിച്ച് പറ്റാവുന്നിടത്തോളം ആളുകളെ ക്രിസ്തുവിന് വേണ്ടി ആദായപ്പെടുത്തുക. ലോത്തിനോട് ദൂതന്മാർ പറഞ്ഞ കൽപ്പന ഒന്ന് മാത്രമായിരുന്നു: പുറകോട്ട് തിരിഞ്ഞ് നോക്കരുത്. നമ്മോടും കർത്താവിന് ഒന്നേ പറയാനുള്ളൂ: പഴയ മനുഷ്യൻ്റെ സ്വഭാവം വീണ്ടും സ്വീകരിക്കരുത്, പുതുമനുഷ്യനായി ജീവിക്കണമെന്ന് മാത്രം. ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കി പുതുവനായി തീർന്നത് ഇന്നും അവിടെ നിൽക്കുന്നുണ്ട്. നാം പഴയ മനുഷ്യനായി തീർന്നാൽ ഗന്ധകം കത്തുന്ന തീ പൊയ്കയിൽ വീഴുവാൻ സാധ്യതയുണ്ട്. ആകയാൽ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി മാത്രം നമുക്ക് ജീവിക്കാം. കർത്താവ് അതിനായി നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങയെ തിരിച്ചറിയാത്തവരായിട്ടുണ്ടെങ്കിൽ അങ്ങയെ തിരിച്ചറിയുവാൻ തക്ക കൃപ അങ്ങയുടെ മക്കൾക്ക് അങ്ങ് നൽകി കൊടുത്ത് സഹായിക്കുകയാണമേ. അങ്ങയുടെ വചനം പ്രമാണിച്ച് ജ്യോതിഷികളെപ്പോലെ ജീവിക്കുവാനും നിത്യജീവൻ അവകാശികളായി തീരുവാനും മടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കുകയാണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്ന് മോചനം കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. കടഭാരമുള്ളവരുടെ കടഭാരത്തിൽ നിന്നും അവരെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.